പണത്തോടുള്ള അയാളുടെ ആർത്തിയും തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു. ഓമനയെ കോടതി റിമാൻഡ് ചെയ്തു. വർഷങ്ങളോളം അവർ തമിഴ്നാട്ടിലെ ജയിലിൽ വിചാരണ തടവുകാരിയായി കഴിഞ്ഞു. ഇതിനിടയിൽ അവരുടെ കുടുംബജീവിതം പൂർണ്ണമായും തകർന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ അവരുമായുള്ള ബന്ധം വേർപെടുത്തി. എന്നാൽ 2001 വളരെ അപ്രതീക്ഷിതമായി ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്ന് ഓമനയ്ക്ക് ജാമ്യം ലഭിച്ചു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അവർ പിന്നീട് എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. ജാമ്യത്തിലിറങ്ങിയ ഓമന പിന്നീട് ഒരിക്കലും കോടതിയിൽ ഹാജരായില്ല. പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും അവരെ ഇന്ത്യ മുഴുവൻ തിരഞ്ഞു. എന്നാൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയതുപോലെ അവർ അപ്രത്യക്ഷമായി. തന്റെ കയ്യിലുള്ള വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് അവർ രാജ്യം വിട്ടുവെന്ന് പോലീസ് സംശയിച്ചു. ഇന്റർപോൾ അവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു. മലേഷ്യയിലേക്കോ ഗൾഫ് രാജ്യങ്ങളിലേക്കോ അവർ കടന്നിരിക്കാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും രൂപം മാറി ഒരു ഡോക്ടറായി തന്നെ അവർ ജീവിക്കുന്നുണ്ടാകാം. 1996 നടന്ന ആ കൊലപാതകത്തിന് ശേഷം വർഷങ്ങൾ പലതു കഴിഞ്ഞു. ഇന്ന് ഓമന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 73 വയസ്സ് പ്രായമുണ്ടാകും. തന്റെ 43ാം വയസ്സിലാണ് അവർ ആ കൊടും ക്രൂരത ചെയ്തത്. താൻ ചെയ്ത തെറ്റിൽ അവർക്ക് എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാകുമോ? സ്വന്തം കാമുകന്റെ ശരീരം സർജിക്കൽ ബ്ലേഡ് കൊണ്ട് വെട്ടുനുറുക്കിയ ആ രാത്രിയിലെ കാഴ്ചകൾ അവരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാകുമോ? അതോ ഒരു കുറ്റബോധവുമില്ലാതെ ഇപ്പോഴും അവർ നമുക്കിടയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതോ കോണിൽ ആർക്കും പിടികൊടുക്കാതെ ജീവിക്കുന്നുണ്ടാകുമോ? പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും ഇന്നും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണത്. വിദ്യാഭ്യാസവും പണവും സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളും ഒരാളുടെ സ്വഭാവത്തെയോ ചിന്തകളെയോ നന്നാക്കണമെന്നില്ല എന്ന് ഡോക്ടർ ഓമനയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ അതിലും വലിയൊരു തെറ്റിലേക്ക് ഇറങ്ങിത്തിരിച്ച അവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ആ ജീവിതം ഒരു നരകം തന്നെ ആയിരിക്കില്ലേ?